പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, മറ്റൊന്ന് ഈ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രവർത്തകരൊക്കെ വലിയൊരു അമർഷം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടും ഇങ്ങനെ ഒരു നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള പരസ്യമായ ചർച്ചകൾ. എനിക്ക് പറയാനുള്ളത് 4-ാം തീയതി വരെ അതുണ്ടാവും. 4-ാം തീയതിക്ക് ശേഷം ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും ഞങ്ങളുടെ അജണ്ടയിൽ തന്നെ അതിപ്പോഴില്ല. ഒരിക്കലും ഉണ്ടാവില്ല. UDF ശക്തമായിട്ട് ഭരണവുമായി മുന്നോട്ട് പോകണം എന്നൊരു ജനവിധിയാണ് ഇപ്പൊ പെട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് 4-ാം തീയതി പുറത്തു വരും. അപ്പൊ ആ ജനവിധിക്ക് അനുസരിച്ച് ആയിരിക്കും ലീഗും തീരുമാനം എടുക്കുക. ഒരു വെല്ലുവിളിക്കോ അമിതമായ എന്തെങ്കിലും ആവശ്യങ്ങളൊന്നും ലീഗ് ഉന്നയിക്കില്ല. ലീഗിന് അർഹതപ്പെട്ടത് എപ്പോഴും UDF തന്നിട്ടുണ്ട്. പറയാതെ തന്നെ തരും. നമ്മളിപ്പോ അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല. കോൺഗ്രസും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് 4-ാം തീയതിക്ക് ശേഷം നല്ല കുട്ടിയാകും. അത് നിങ്ങൾ ഓരോരുത്തർ വിളിച്ചു ചോദിച്ചാൽ അതെ അതെ അത് കേന്ദ്ര ഗവൺമെന്റ് വനിതാ സംവരണത്തിന്റെ മറവില് അവർക്ക് ജയിക്കാവുന്ന പരമാവധി സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ലോക്സഭയിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പാസ്സായി എന്താണെന്ന് അറിയില്ല, ഇന്നത്തെ സ്ഥിതി എന്താ അറിയില്ല. അപ്പൊ അത് ആണ് പ്രതിപക്ഷം എതിർത്തുകൊണ്ടിരിക്കുന്നത്. വനിതാ സംവരണ ബില്ലിന് എതിരല്ല. അല്ലല്ല, അതിന്റെ പിന്നില് ചില കള്ളക്കളികൾ ഉണ്ട് എന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.